ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Solve the initial value problem y minus 1 dx plus x minus 3 dy is equal to 0 given an initial condition y of 0 is equal to 2 by 3. So given equation is can be written as y minus 1 dx plus x minus 3 dy is equal to 0. That is equation 1. That is 1 is of the form m dx plus n dy is equal to 0. ഇങ്ങനെ വന്നാൽ ഇത് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എമ്മും എന്നും എടുത്തെഴുതി ഡോ എം ബൈ ഡോ ഐയും ഡോ എൻ ബൈ ഡോ എക്സും കണ്ടുപിടിച്ചു. അത് സെയിം ആണെന്ന് കണ്ടു. അതുകൊണ്ട് ഇക്വേഷൻ 1 എക്സാക്ട് ഇക്വേഷൻ ആയി. എക്സാക്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എങ്ങനെയാ? സൊല്യൂഷൻ ഈസ് യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം ഡി എക്സ് ട്രീറ്റിംഗ് വൈ എസ് എ കോൺസ്റ്റന്റ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ദോസ് ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്ൻ എക്സ് ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മുടെ ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു എൻ. എൻ ഇവിടെ ആരാണ്? അല്ല, എം എന്ന് പറയുന്നത് വൈ മൈനസ് 1 ആണ് അല്ലേ? എം എന്ന് വെച്ചാൽ വൈ മൈനസ് 1 ആണ്. അപ്പോൾ വൈ മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ദോസ് ടേംസ് ഓഫ് എൻ. നോക്കണേ, എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈ എക്സ് മൈനസ് 3. ഇതിൽ എക്സ് ഇല്ലാത്ത ടേം ആരാ? -3 മാത്രമാണ്. അപ്പോൾ ആ ടേം മാത്രം കൊടുക്കുക. -3 എന്ന ടേം മാത്രമേ അവിടെ ഉള്ളൂ, എക്സ് ഇല്ലാത്ത ടേം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എന്തായി? വൈ മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ മൈനസ് 1 കോൺസ്റ്റന്റ് ആണ്. വൈ മൈനസ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് -3 ഇൻറ്റു ഇന്റഗ്രൽ ഡി വൈ. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എന്താവും? യു ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 ഇൻറ്റു എക്സ് അല്ലെ? ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് -3y. ദിസ് ഈസ് യു. നമ്മൾ hence the solution of the given exact differential equation is u is equal to c എന്നാ പറയുന്നത്. that is y minus 1 into x minus 3y is equal to c. ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതിയാൽ xy minus x minus 3y is equal to c. ഇതാണ് എന്ത് വന്നേ? നമ്മുടെ സൊല്യൂഷൻ വന്നേ. xy minus x minus 3y is equal to c. This is the solution. അപ്പോൾ ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. നമുക്ക് ഇനി ഒരു ഇനിഷ്യൽ കണ്ടീഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇനി ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടല്ലോ. എന്താ കണ്ടിട്ടുള്ളത്? y of 0 is equal to 2/3 എന്നൊരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ given y of 0 is equal to 3 എന്നാണ്. ഇതിന്റെ മീനിങ് എന്താ? that is the value of y is equal to 3 when the value of x is equal to 0. x 0 ആകുമ്പോൾ y ന്റെ വാല്യൂ 3 എന്നാണ് തന്നിരിക്കുന്നത്. x 0 ആകുമ്പോൾ y ന്റെ വാല്യൂ 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? put x is equal to 0 and y is equal to 3 in എവിടെയാ? നമ്മുടെ ആൻസറിൽ x in equation 2 implies xy minus x is equal minus 3y. xy minus x minus 3y is equal to c. x ന് 0 കൊടുക്കാം, y ന് 3 കൊടുക്കാം. x ന് 0 കൊടുക്കാം, y ന് 3 കൊടുക്കാം. നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. y of 0 is equal to 2/3 തന്നിരിക്കുന്നു. y of 0 is equal to 2/3 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ശരിയല്ല, y of 0 is equal to 2/3. അപ്പോൾ y ന് 2/3 കൊടുക്കാം when x 0 ആവും. അപ്പോൾ എക്സിന്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഈ ടൈം അങ്ങ് 0 ആയി. -0 3 ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ 2/3 കൊടുക്കാം. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 ആവും. സിന്റെ വാല്യൂ -2 ആവും. hence the solution of the given initial value problem is
the given initial value problem is x into y minus x minus 3y is equal to minus 2. That is xy minus x minus 3y plus 2 is equal to 0. This is the final solution. This is a particular solution, arbitrary constant illalo. Another question. Solve the initial value problem. Solve the initial value problem. Cos y sin hx plus 1 dx minus sin y cos hx dy is equal to 0 given y of 1 is equal to 2. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അവിടെ y of 1 is equal to 2 ആണ് തന്നിട്ടുള്ളത്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അപ്പോൾ given cos y sin hx plus 1 dx minus sin y cos hx is equal to into dy is equal to 0, which is of the form m dx plus n dy is equal to 0 അല്ലേ, which is of the form m dx plus n dy is equal to 0. നോക്കിയേ, കമ്പയർ ചെയ്യുമ്പോൾ m എന്താണ് n എന്താണ്, കമ്പയറിംഗ് വിത്ത് ദീസ് ടു ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ m ഈസ് dx-നോടൊപ്പം നോക്കിയാളാരാ, ഇവിടെ അങ്ങനെയല്ലേ, എമ്മിന്റെ പ്ലേസിൽ വരുന്നതല്ലേ കോസ് വൈ ഇൻറ്റു സൈൻ എച്ച് എക്സ്, ഇവിടെ എന്നിന്റെ പ്ലേസിൽ വരുന്നത് മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് എച്ച് എക്സ്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു സൈൻ എച്ച് എക്സ് പ്ലസ് 1 ആൻഡ് എന്നിന്റെ പ്ലേസിൽ വരുന്നതോ മൈനസ് സൈൻ വൈ ഇൻറ്റു കോസ് എച്ച് എക്സ്. ഇവിടെ ഡോ എം ബൈ ഡോ വൈ വേണം. ഡോ എം ബൈ ഡോ വൈ എടുക്കുമ്പോൾ സൈൻ എച്ച് എക്സ് കോൺസ്റ്റന്റ് ആണ് ഈ ടൈമിൽ, 1ന്റെ ഡെറിവേറ്റീവ് 0, കോസ് വൈന്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് സൈൻ വൈ, മൈനസ് സൈൻ വൈ ഇൻറ്റു സൈൻ എച്ച് എക്സ്. വിത്ത് റെസ്പെക്ട് ടു വൈന് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിന്റെ ടൈംസ് കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ സൈൻ എച്ച് എക്സ് കോൺസ്റ്റന്റ് അല്ലേ. ഇനി ആൻഡ് ഡോ എൻ ബൈ ഡോ വൈ ആരാ, ഡോ എൻ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ മൈനസ് അവിടെയുണ്ട്, കോസ് എച്ച് എക്സ് കോൺസ്റ്റന്റ്, ഡോ എൻ ബൈ ഡോ എക്സ്, ഡോ എൻ ബൈ ഡോ എക്സ്, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ കോൺസ്റ്റന്റ് ആണ് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിനോട് ഒരു പാർഷ്യാലിറ്റി കാണിക്കുമല്ലോ, വൈ കോൺസ്റ്റന്റ് അല്ലേ, ഇപ്പോൾ മൈനസ് സൈൻ വൈ കോൺസ്റ്റന്റ് അല്ലേ, കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്, പ്ലസ് സൈൻ എച്ച് എക്സ് ആണ് കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നോക്കിയേ, ഡോ എം ബൈ ഡോ വൈ, ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, സിംപ്ലൈസ് ഇക്വേഷൻ 1. ഇതിന് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇക്വേഷൻ 1 ഈസ് എക്സാക്ട്. ശ്രദ്ധിക്കണം, എക്സാക്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഏത് കണ്ടീഷൻ യൂസ് ചെയ്യണം, ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സാക്ട് ആവൂ. നമ്മൾ അടുത്തതാണ് പറയാൻ പോകുന്നത്, ഇതുപോലത്തെ ആകാത്ത അർത്ഥം ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് വരുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയാൻ പോകും. അപ്പോൾ അവിടെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറെ കൊണ്ട് മൾട്ടിപ്ലൈ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഫോമിലേക്ക് ഉണ്ട്. ഇത് എക്സാക്ട് ആണെന്ന് കിട്ടിയില്ലേ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന ഫോമിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും എടുത്തു മാറ്റിയത്. അത് എക്സാക്ട് ഈക്വൽ ആയതുകൊണ്ട് എക്സാക്ട് ആയി. ഇനി സൊല്യൂഷൻ എന്താണ്,
solution is u is equal to എന്താണ് u ഇന്റഗ്രൽ ഓഫ് എം ഡി എക്സ് ആരെ കോൺസ്റ്റന്റ് ആണ് ഇവിടെയുള്ള y കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം എമ്മിലുള്ള y അവിടെ എഴുതണം അത് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കണം പക്ഷേ പ്ലസ് അടുത്ത ഇന്റഗ്രൽ ഓഫ് ടേംസ് ഓഫ് n നോട്ട് കണ്ടെയ്നിങ് x x ഇല്ലാത്ത n ന്റെ ടേംസ് ആണ് x ഇല്ലാത്ത n ലെ ടേംസിനെ വിത്ത് റെസ്പെക്ട് ടു y ക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും that is u is equal to integral നമ്മൾ m ആരാണ് cos y plus sin hx plus 1 cos y sin hx plus 1 dx plus integral n നോക്കിയേ sin y into cos hx അല്ലേ അവിടെ x ഇല്ലാത്ത ടൈം ഇല്ലല്ലോ x ഇല്ലാത്ത ടൈം ഇല്ല അപ്പോൾ എന്താവണം അവിടെ 0 ആണ് so u is equal to ഇവിടെ ഫസ്റ്റ് ടൈം ഇന്റഗ്രേഷൻ എന്താ cos y into sin hx ന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ന് ചെയ്യുമ്പോൾ ആര് കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു x ന് ചെയ്യുമ്പോൾ cos y കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കണം cos y into integral sin hx dx അല്ലേ പ്ലസ് ഇന്റഗ്രൽ 1 into dx പ്ലസ് 0 so u is equal to cos y into sin hx ന്റെ ഇന്റഗ്രേഷൻ എന്താണ് cos hx ആണ് പ്ലസ് 1 ന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ന് c so u is equal to cos y cos hx plus c that is സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കുന്ന u is equal to c എന്നാണ് ഇവിടെ c നിങ്ങൾ ഇപ്പോൾ കൊടുക്കണ്ട പിന്നെ കൊടുക്കും that is solution is അവിടെ പ്ലസ് എക്സ് ഉണ്ട് അല്ലേ ഇന്റഗ്രൽ പ്ലസ് എക്സ് ഉണ്ടല്ലോ 1 ന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ന് x ഉണ്ട് so solution is u is equal to x ആണ് that is cos y cos hx plus x is equal to c cos y cos hx plus x is equal to c ഇനി എന്താണ് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നത് നോക്കിയേ y of 1 is equal to 2 ആണ് y of 1 is equal to 2 ആണെന്നിരിക്കുന്നത് given y of 1 is equal to 2 y of 1 is equal to 2 ന്റെ മീനിങ് എന്താ x 1 ആകുമ്പോൾ y 2 എന്നാണ് അല്ലേ x 1 ആകുമ്പോൾ y 2 എന്നാണ് that is y is equal to 2 when x is equal to 1 ഇനി എന്ത് ചെയ്യാം substitute x is equal to 1 and y is equal to 2 ഇവിടെ നമ്മൾ ആൻസർ കൊടുക്കുക നമ്മുടെ ആൻസറിനെ വേണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം in equation 2 that is cos y cos hx plus x cos y cos hx plus x is equal to c അപ്പോൾ x ന് 1 കൊടുക്കുക y ക്ക് 2 കൊടുക്കുക അപ്പോൾ cos 2 into cos h1 plus 1 is equal to c cos 2 into cos h1 എന്താ cos h1 cos hx എന്താണ് e raised to x plus e raised to minus x by 2 അല്ലേ എന്താ cos h1 e raised to 1 plus e raised to minus 1 by 2 എന്താണ് e plus 1 by e by 2 എന്ന് കാൽക്കുലേറ്റർ അടിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും e plus 1 by e by 2 എന്താ കാൽക്കുലേറ്റർ അടിച്ചു പറയാൻ പറ്റുമോ ഇല്ലേ തെറ്റാണോ ഞാൻ എഴുതിയത് cos y into cos hx cos y into cos hx പറഞ്ഞ cos h1 എത്രയാ
കാൽക്കുലേറ്റർ അടിച്ച് പറയാമല്ലോ കോസ് h1. കോസ് h1 കാൽക്കുലേറ്റർ അടിക്കണ്ട, ഇ അടിക്കുക പ്ലസ് 1/e അടിക്കുക, അതിൽ ഇ റൈസ് ടു -1. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ 2 പോയിന്റ് സംതിങ് പ്ലസ് 2 പോയിന്റ് സംതിങ് ബൈ 2 അല്ലേ, അത് 2 പോയിന്റ് സംതിങ് വരൂലേ, എത്ര പോയിന്റ് എത്ര 1.5. അപ്പോൾ കോസ് 2 ഇൻറ്റു 1.54 പ്ലസ് 1 ഇസ് ഈക്വൽ ടു സി. ഇനി കോസ് 2 അടിച്ചേ, കോസ് 2 എത്രയാ, കോസ് 2 നിങ്ങൾ റേഡിയനിൽ അടിക്കണേ, കാൽക്കുലേറ്ററിന്റെ മോഡിനെ റേഡിയനിലോട്ട് മാറ്റിയിട്ട് അടിക്കണേ. കോസ് 2 കാൽക്കുലേറ്ററിന്റെ മോഡ് റേഡിയനിലോട്ട് മാറ്റിയിട്ട് അടിക്കുക. കോസ് 2 എന്ത് വരും, നെഗറ്റീവ് വരുമോ, കോസ് 2 ആ, അല്ലെങ്കിൽ എത്ര പറഞ്ഞേ, 0.99 ആണോ. കോസ് 2ന്റെ വാല്യൂ 0.99 ഇൻറ്റു 1.54 പ്ലസ് 1 ഇസ് ഈക്വൽ ടു സി. അപ്പോൾ ഇത് എത്ര, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കൂടെ, 2.538 പ്ലസ് 1 ആണോ, 2.538 ഈക്വൽ ടു സി അല്ലേ, സി ഈസ് ഈക്വൽ ടു 2.538 ആണ്. ടു 2.538 ആണെന്നല്ലേ. നമ്മുടെ കോസ് h2 കറക്റ്റ് ആണല്ലോ നിങ്ങൾ അടിച്ചല്ലേ, ഇത് കോസ് അത് ഒറ്റ വാല്യൂല് കിട്ടുള്ളൂ നമുക്ക്, ഡിഗ്രി ഇല്ലല്ലോ അവിടെ, കോസ് h ഡിഗ്രി ഇല്ലല്ലോ, കോസ് ഇവിടെ കോസിനല്ലേ ഡിഗ്രി ഉള്ളൂ. കോസ് 2 നമുക്ക്, നിങ്ങൾക്ക് ഡിഗ്രിയിലല്ലേ ഇത് കിട്ടിയേ, റേഡിയനിൽ കിട്ടിയ എത്ര ആൻസർ, കോസ് 2 എത്ര വന്നേ, റേഡിയനിൽ എത്ര വന്നേ, 416 അല്ലേ, മൈനസ് 0.416 ഇൻറ്റു 1.54 പ്ലസ് 1 ഇസ് ഈക്വൽ ടു സി. ഇപ്പൊ അടിച്ചാൽ സി എന്ത് വരും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സി ആ 0.35 0.359 മതി. അപ്പോൾ ഇതാണ് സി, ഇതെടുത്താണ് നമ്മൾ റേഡിയനിൽ എടുക്കുന്നതാണ് ഉചിതം, കോസ് വരുമ്പോൾ എപ്പോഴും റേഡിയനിൽ എടുക്കുക. ഇനി ഇക്വേഷൻ, അപ്പോൾ നമ്മുടെ ഇതല്ലേ സൊല്യൂഷൻ, ഇക്വേഷൻ 2 ബിക്കംസ് എന്തായിട്ട് മാറും, then the particular solution അല്ലേ, then the particular solution is cos y
cos hx plus x is equal to 0.359. This is the final answer. Our question. Solve the initial value problem. Two of y sine 2x plus cos 2x into dx is equal to cos 2x dy, given y of pi is equal to 0. Sin 2x minus. Okay, ഇത് അതുപോലെ ചെയ്യാം. Solve 3x square y raised to 4 dx plus 4x cube y cube dy is equal to 0, given given y of 1 is equal to 2. Solve cos 2x cos h 2y dx plus sin 2x sin h